ബ്രെഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്കൊരു പ്രോൺസ് റെസിപ്പി നോക്കിയാലോ. പ്രോൺസ് മസാല ഫ്രൈ റോസ്റ്റാണ് നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. ചോറിൻ്റെ കൂടെയാണെങ്കിലും അപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയ നമ്മുടെ ഈ പ്രോൺസ് റോസ്റ്റ് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. ഞാനിവിടെ 1 കിലോ പ്രോൺസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വന്നപ്പോൾ ഒരു 1/2 കിലോ ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്. കൂടെ തന്നെ തക്കാളി വേണം, കുറച്ച് കറിവേപ്പിൻ്റെ ഇല വേണം, പിന്നെ നമുക്ക് പച്ചമുളക് വേണം, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് വേണം. ഇനി കുറച്ച് പൊടികൾ, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, ഗരം മസാലപ്പൊടി, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇതിൻ്റെ അളവൊക്കെ നമ്മളിത് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി വേണം, ഉപ്പ്, കുറച്ച് ചൂടുവെള്ളമൊക്കെയാണ് നമുക്ക് ഇതൊക്കെ ആവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പ്രോൺസ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ പ്രോൺസ് എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരിയാണ്. 1 ടീസ്പൂൺ വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്താലും മതിയാവും. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്താലും മതി. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഈ മസാല എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ പ്രോൺസിൽ നന്നായി തന്നെ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ കേട്ടോ. 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. സമയമില്ല എങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് ഏകദേശം 1/2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാൻ വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനൊരു 4-5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം തീ ഒരു മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇപ്പം മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ആ പ്രോൺസ് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നല്ല നിരത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലൊരു പരന്ന പാത്രം വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്, അത് നിരത്തി വെച്ച് കൊടുക്കാനൊക്കെ എളുപ്പമുണ്ട്. പ്രോൺസ് എല്ലാം തന്നെ നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഈ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റു സൈഡും കൂടി ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് 2 മിനിറ്റും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് കുറേ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടും. 2 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഇറങ്ങിയിട്ടില്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്താൽ മതിയാവും കേട്ടോ. ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറിനായിട്ട്. അപ്പോൾ ഇതാ 2 മിനിറ്റും കൂടി കഴിഞ്ഞ് ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ 2 സൈഡും 2 മിനിറ്റ് വീതം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, നമുക്ക് ഒന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ നമ്മൾ പ്രോൺസ് എല്ലാം തന്നെ കോരി മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ കുറയുന്നതനുസരിച്ച് ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 10 വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 4 പച്ചമുളകും ഒരു 2 കറിവേപ്പിൻ്റെ ഇല ഇട്ട് നന്നായി ഇതിന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു 30 സെക്കൻഡൊക്കെ വഴറ്റിയാൽ മതിയാവും. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചക്കുത്ത് മണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ഒരു 30 സെക്കൻഡോളം നമ്മളിങ്ങനെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചക്കുത്ത് മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 വലിയ സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലൊക്കെ ആണെങ്കിൽ 4 സവാള എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളയൊക്കെ എത്ര നന്നായിട്ട് വഴഞ്ഞു കിട്ടുന്നു അത്രയും നമ്മുടെ ഈ ഒരു റോസ്റ്റിൻ്റെ ടേസ്റ്റ് കൂടും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ സവാളയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ മീഡിയം സൈസിലുള്ള 2 തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ഇട്ടിട്ടുള്ളത്. ഇനി ഈ തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ വഴറ്റിയെടുക്കണം.
അപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെയാണ് വഴറ്റിയെടുക്കേണ്ടത്. നമുക്ക് അടച്ചു വയ്ക്കണമെങ്കിൽ അടച്ചു വയ്ക്കാം. അപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് സമയം നമുക്ക് വഴറ്റിയെടുത്താൽ മതിയാവും. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിത് ഇളക്കി കൊടുക്കുമ്പോൾ എണ്ണയ്ക്ക് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാനും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നതനുസരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആ തക്കാളിയൊക്കെ നല്ലതായിട്ട് തന്നെ ആ തവിയൊക്കെ വെച്ച് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കാണുമ്പോൾ തന്നെ അറിയാം. ഇനി തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു റോസ്റ്റാണ്. നിങ്ങൾക്ക് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒരു 30 സെക്കൻഡ് ഇളക്കി എടുത്താൽ മതി. ആ പൊടികളുടെ പച്ചക്കുത്ത് മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മൊത്തം എല്ലായിടത്തും ഒരുപോലെ തിളച്ച് വരണം. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും പെട്ടെന്ന് അത് ചൂടായിട്ട് വരുമല്ലോ, മൊത്തത്തിൽ ചൂടായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇത്രയും മതി. നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന ആ ചെമ്മീൻ, ആ പ്രോൺസ് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് മുന്നായിട്ട് നമ്മൾ ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ആ പ്രോൺസൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ട് നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല കുറുകി നല്ല കട്ടിയായിട്ടുള്ള ഒരു റോസ്റ്റായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ ഇച്ചിരി ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലേ, 1/2 കപ്പ് വെള്ളം ഒഴിച്ച സ്ഥലത്ത് നിങ്ങൾ 1 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ചെറിയൊരു ഗ്രേവിയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മതി. ഞാൻ തീ ഓഫാക്കിയിട്ടു. ഇത് ഇരുന്ന് തന്നെ ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വരും കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പരുവം ഞാൻ കാണിച്ചു തരാം. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നോക്കൂ, അത് നല്ല ഡാർക്കായിട്ട് കണ്ടു, നല്ല അടിപൊളി റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കൂട്ടുകാരെല്ലാവരും തയ്യാറാക്കി നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ തന്നെ ഒരുപോലെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ പ്രോൺസ് മസാല റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതാനും, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വേഗം തന്നെ വരാം. താങ്ക്